എണ്ണ വാങ്ങിക്കുന്ന സമയത്ത് റിഫൈൻഡ് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വാങ്ങിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം പറയട്ടെ. അതായത് 5 പ്രോസസ്സിലൂടെയാണ് ഈ സാധാരണ ഓയിലിനെ റിഫൈൻഡ് ആക്കുന്നത്. ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയാണ് അവർ റിഫൈൻഡ് ആക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ എണ്ണ അല്ലെങ്കിൽ ഈ സീഡിനെ ധാരാളം ചൂടാക്കും, ഹൈ ഹീറ്റിൽ ചൂടാക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അവിടെ ഇല്ലാതാവും. രണ്ടാമതായിട്ട് ഇവർ ചെയ്യുന്നത് പെട്രോളിയം കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഹെക്സൈൻ എന്നുള്ളൊരു സാധനം ഈ ഓയിലിൽ ആഡ് ചെയ്യും. എന്തിനാണ്? ഈ ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഹെക്സൈൻ നമ്മുടെ ഓയിലിലോട്ട് ചേരാൻ സാധ്യതയുണ്ട്. ഈ ഹെക്സൈൻ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്താണ് പ്രശ്നം? മറവി രോഗം ഉണ്ടാവും, ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും, അതായത് നെർവിനുണ്ടാവുന്ന കണ്ടക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ വിട്ട് ഉണ്ടാവുന്ന തലവേദന, മൈഗ്രെയിൻ്റെയൊക്കെ കാരണമാണ് ഹെക്സൈൻ അമിതമായി എണ്ണകളിൽ ഉണ്ടെങ്കിൽ. ഈ ഹെക്സൈൻ ചെയ്ത് കഴിയുമ്പോൾ എണ്ണയിൽ എന്ത് സംഭവിക്കും? എണ്ണ ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. സാധാരണ ഒരു ഓയിലിൻ്റെ കളറിലാക്കണമല്ലോ, അതിനുവേണ്ടി അവർ ബ്ലീച്ചിങ് ഏജൻറ്റ് ആഡ് ചെയ്യും. ഈ ബ്ലീച്ചിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്താണ് ഈ ബ്ലാക്ക് കളറിലുള്ളത് നോർമൽ എണ്ണയുടെ കളറിലാവുന്നത്. ഇപ്പോൾ ഒരു എണ്ണ കിട്ടി, ആ എണ്ണയ്ക്കൊരു വളരെ ബാഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും. ഈ സ്മെല്ല് മാറാനായിട്ട് അവർ ഡിയോഡൈസർ ആഡ് ചെയ്യും. ഇങ്ങനെ ഈ 5 പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ കിട്ടുന്നത്. ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഒരു ഗുണങ്ങളും അവിടെ ഇല്ല. നമ്മുടെ എണ്ണയിൽ കിട്ടുന്ന ഒരു ഗുണങ്ങളും അവിടെ കിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്ട്രോക്ക് ഉണ്ടാക്കാം. ഈ പറയുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു മൂല കാരണമാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ. ഇപ്പോൾ ഒരു കാരണവശാലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ നമ്മൾ ആഹാരം പാചകം ചെയ്യാനായിട്ട് വാങ്ങിക്കരുത്.